ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ. പെൻഗ്വിനുകളെക്കുറിച്ചുള്ള ചില രസകരമായ വസ്തുതകളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ശീതസമുദ്രങ്ങൾക്ക് സമീപത്ത് വസിക്കുന്ന ജീവികളിൽ പ്രധാനികളാണ് പെൻഗ്വിനുകൾ. ഇവരെക്കുറിച്ചുള്ള രസകരമായ ചില വസ്തുതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ചിലയിനം ദിനോസറുകൾക്ക് പരിണാമം സംഭവിച്ചാണ് പെൻഗ്വിനുകൾ ഉണ്ടായിരിക്കുന്നത് എന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും പഴക്കം ചെന്ന പെൻഗ്വിനുകളുടെ ഫോസിലിന് 62 ദശലക്ഷത്തോളം പഴക്കമുണ്ട്. ഓരോ പെൻഗ്വിനുകളെയും തിരിച്ചറിയാൻ ഇവരുടെ കൂട്ടത്തിൽ പ്രത്യേക വിളികളുണ്ട്. വലിയ കൂട്ടത്തിൽ ജീവിക്കുന്ന പെൻഗ്വിനുകളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഇത് സഹായിക്കും. മുതിർന്ന പെൻഗ്വിനുകളുടെ മലത്തിന് 50 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. കടലിനോട് ചേർന്ന് വസിക്കുന്ന പെൻഗ്വിനുകളുടെ കണ്ണിന് ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ ഇവരുടെ കണ്ണുകൾക്ക് പ്രത്യേകം ഒരു ആവരണമുണ്ട്. പെൻഗ്വിനുകൾക്ക് 20 മിനിറ്റ് വരെ ശ്വാസം അടക്കിപ്പിടിക്കാൻ സാധിക്കുന്നതാണ്. വെള്ളത്തിനടിയിൽ ഇരകളെ വേട്ടയാടാൻ ഈ കഴിവ് ഇവരെ സഹായിക്കുന്നു. പെൻഗ്വിനുകൾക്ക് ജീവിതത്തിൽ ഒരു ഇണ മാത്രമാണ് ഉണ്ടാകുക. ജീവിതകാലം മുഴുവൻ ഈ ഒരു ഇണയുമായിരിക്കും ഇവർ ജീവിക്കുക. പെൻഗ്വിനുകൾക്ക് പല്ലുകളില്ല എന്നതും മറ്റൊരു സവിശേഷതയാണ്. പെൻഗ്വിനുകൾക്ക് പകരം മാംസളമായ മുള്ളുകളാണ് ഇവയ്ക്കുള്ളത്. അടുത്തതായി നമുക്ക് തത്തകളെക്കുറിച്ചുള്ള ചില രസകരമായ ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെൻഗ്വിനിനെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സവിശേഷതകൾ ഈ തത്തകൾക്കുമുണ്ട്. കാണുന്നത് പോലെയല്ല ഭീകരന്മാരാണ് തത്തകൾ. ആളുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന പക്ഷികളിൽ ഒന്നാണ് തത്തകൾ. മനുഷ്യരുടെ സംസാരം അനുകരിക്കാനുള്ള കഴിവാണ് തത്തകളെ വ്യത്യസ്തമാക്കുന്നത്. ഇവയെക്കുറിച്ചുള്ള രസകരമായ ചില ഫാക്റ്റുകൾ പരിശോധിക്കാം. തത്തകളുടെ ഗണത്തിൽപ്പെട്ട മാക്കാവോകൾക്ക് 50 വർഷമോ അതിൽ കൂടുതലോ ആയുസ്സുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഉൾക്കാടുകളിൽ ജീവിക്കുമ്പോൾ ഇവയ്ക്ക് ആയുസ് ഇതിലും വർദ്ധിക്കും. മനുഷ്യൻ്റെയും മറ്റു ജീവികളുടെയും ശബ്ദം അനുകരിക്കാനുള്ള കഴിവും തത്തകൾക്കുണ്ട്. പ്രധാനമായും ഇവരുടെ നിത്യജീവിതത്തിൽ കേൾക്കുന്ന ശബ്ദമാണ് ഇവർ അനുകരിക്കുക. തത്തകൾക്ക് ഇവയുടെ കൊക്ക് മൂന്നാം കൈ പോലെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ശക്തമായി വളഞ്ഞ ഈ കൊക്കുകൾ ഉപയോഗിച്ച് ഫലങ്ങളുടെ തൊണ്ടുകളും മറ്റും എളുപ്പത്തിൽ ഇവയ്ക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. പഴങ്ങളും വിത്തുകളും മാത്രമല്ല തത്തകൾ കഴിക്കുന്നത്. ചെറിയ പ്രാണികളെയും ജീവികളെയും ഇവ ധാരാളമായി കഴിക്കാറുണ്ട്. ഒരേ സമയം 2 വിരലുകൾ മുന്നോട്ട് ചൂണ്ടാനും 2 വിരലുകൾ പിന്നോട്ട് ചൂണ്ടാനും ഇവയ്ക്ക് സാധിക്കുന്നതാണ്. ഇരിക്കുമ്പോൾ കൂടുതൽ ബാലൻസ് ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഭൂരിഭാഗം തത്തകളും തത്തകളുടെ വർഗത്തിൽപ്പെട്ട പക്ഷികളും ജീവിതത്തിൽ ഒരു ഇണയെ മാത്രമേ സ്വീകരിക്കൂ. നിയോഫോബിയ എന്ന അവസ്ഥ എല്ലാ തത്തകളിലും ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതായത് പുതിയ കാര്യങ്ങളോടുള്ള ഭയം. പെൻഗ്വിനിനെക്കുറിച്ചും തത്തയെക്കുറിച്ചുമുള്ള സവിശേഷതകൾ അടങ്ങിയ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.